മറ്റ് തടവുകാർക്കൊരു പായ, ഒരു പ്ലേറ്റ്, ജഗ്, മൊന്ത, ഗ്ലാസ് മാത്രം അനുവദിക്കുമ്പോൾ മാത്രമായിട്ട് കിടക്ക, തലയണ, ഒരു 6-7 ജോഡി ഡ്രസ്സുകൾ, 3 നേരം ജയിലിൽ നിന്ന് പുറത്തുള്ള ഭക്ഷണമാണ് ജയിൽ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. ജയിൽ സൂപ്രണ്ടൊക്കെ വളരെ പുന്നാരിച്ച് ആയിട്ടാണ് ആയിട്ട് വളരെ ഇടപഴകലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കൊട അനുവദിച്ചു, വെയിൽ കൊള്ളാതിരിക്കാൻ. സെല്ലിലേക്ക് ഓഫീസിൽ നിന്ന് സെല്ലിൻ്റെ ഇടയ്ക്ക് നടന്നു വരുന്ന ദൂരത്തേക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കൊട അനുവദിച്ചു. പല ദിവസങ്ങളിലും അവിടെ ഒരു 6-7 മണി നേരത്ത് വരാറുണ്ടായിരുന്നു. ലോക്കപ്പിന് ശേഷം സെല്ലിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറിന് ശേഷം തിരിച്ച് സെല്ലിലേക്ക് വരാറ്. ഏതാണ്ട് 20 വർഷത്തോളം ആയ പ്രതികൾ, അസുഖക്കാര്, കിഡ്നി പേഷ്യന്റ്, ക്യാൻസർ പേഷ്യന്റ്, മറ്റുള്ളവരെ ഒന്നും പരിഗണിക്കാതെ, കൂട്ടുപ്രതികളെ പോലും പരിഗണിക്കാതെ മാത്രം സാറേ എന്നെ കൂടെ ഒന്ന് പുറത്തു വിടുവോ? അതിനൊക്കെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടോ? മാനദണ്ഡങ്ങൾ പാലിച്ച് കെടുക്കൽ തുടങ്ങി 22 കൊല്ലായി സാറേ. തന്റെ പേരെന്താടോ? രാമൻകുട്ടി. രാമൻകുട്ടി, വീരാൻകുട്ടി, ജോർജ് കുട്ടി, ഇവരൊന്നും മാനദണ്ഡത്തിൽ പെടൂല. ആ മാനദണ്ഡത്തിൽ പെടുന്നേ അതൊരു പ്രത്യേക തരം കുട്ടിയായിരിക്കണം. അതേത് കുട്ടിയാ സാറേ? ഈ ജയിലിൽ കഴിയുന്ന സമയത്ത് ഇവർ ഈ കാലാവധിക്കുള്ളിൽ തന്നെ അവരുടെ മാനസാന്തരം നല്ല രീതിയിലുള്ള മാറ്റാണ് അവർക്ക് വന്നിട്ടുള്ളത്. ഏൽപ്പിക്കുന്ന ജോലി വളരെ കൃത്യതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും. മേക്കപ്പ് സാധനങ്ങൾ, 10,000 രൂപയുടെ കോസ്മെറ്റിക് ഐറ്റംസ് മാത്രം ഉണ്ടായിരുന്നു അവിടെ. ഷർമുളു സെല്ല് തുറക്കൂ. ഈ ഏട്ടൻ സാർ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ. ലിപ്സ്റ്റിക്, എംബാമ്, പൗഡർ, മൂക്കുത്തി, സോപ്പ്, സിപ്പ്, കണ്ണാടി, അരയിൽ കെട്ടാൻ ഏലസ്, പിന്നെ പുറമാന്താൻ ചകിരിപ്പന്തൽ, പിന്നെ ഇങ്ങോട്ട് നോക്കി ലാത്തിയുടെ വണ്ണത്തിലുള്ള വെളിച്ചെണ്ണ പാത്രം. സെല്ല് തുറക്കും മോളുസേ, തുറക്കുന്നേ. ഇതൊക്കെ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട്. മേക്കപ്പ് സെറ്റ് മുതൽ കിടക്കാൻ ഉന്നത്തിന്റെ കിടക്ക വരെ, പിന്നെ കാച്ചി എണ്ണ തലയിൽ തേക്കാൻ എടുത്തോടെ പോടോ അവനൊരു ഏലസും ചകിരിപ്പന്തലും. എന്നുള്ളതാണ്. എങ്ങനെ ഇരിക്കണം?